അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ലോകത്തോട് വിളിച്ചു പറയുകയാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ എന്റെ അടിമകളിൽ നിന്ന് ഞാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ പ്രത്യേകതയുള്ള എന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് ഞാനിതാ ഖുർആൻ അനന്തരം കൊടുത്തിരിക്കുകയാ. വാപ്പയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മക്കളെ, എത്ര ഗൗരവത്തിലാണ് ആ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരാൾക്കും വിട്ടുകൊടുക്കാതെ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുമ്പോ വിശുദ്ധമായ ഖുർആനിനെ അതുപോലെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണമെന്ന് അല്ലാഹു പറയാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞ കലിമത്താണ് അനന്തരമെന്ന്. ഈ ഖുർആൻ അനന്തരം എടുത്ത വിഭാഗത്തെ അല്ലാഹു മൂന്നായി തരംതിരിക്കുകയാ. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി അല്ലാഹു പറയുകയാണ്, ABC എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അതിന് പേര് വെക്കാം. അല്ലാഹു പറയുന്നു, ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി, ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തോട് ലുൽമ കാണിച്ചവരാ. വിശുദ്ധ ഖുർആനിന്റെ ആള് തന്നെയാണ്. അവന് കാഫിറൊന്നുമല്ല, മുശ്രിക്കൊന്നുമല്ല, അവന് ക്രിസ്ത്യാനി ഒന്നുമല്ല, ജൂതനൊന്നുമല്ല, അവന് ഒന്നാം തരം മുസ്ലിം തന്നെയാണ്, ഖുർആനിന്റെ ആള് തന്നെയാ. അവനെ ജനിച്ചപ്പോൾ അവന്റെ കാതിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് തന്നെയാണ് മുഴക്കപ്പെട്ടത്. അവന് പിച്ച വെക്കാൻ തുടങ്ങിയപ്പോൾ അതതിന്റെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അവന് പഠിച്ചതും വിശുദ്ധ ഖുർആൻ തന്നെയാ. അവന് മരണപ്പെട്ടു പോകുമ്പോൾ, അവന് മരണപ്പെടുന്ന സമയത്ത് അവന്റെ ചാരത്തിരുന്ന് ഓടുന്നതും വിശുദ്ധ ഖുർആൻ തന്നെയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ളാലിമെന്നാണ്. അതാരോട് ലുൽമാണ്? അല്ലാഹുവിനൊരു ലുൽമും നമ്മൾ ചെയ്യുന്നില്ല. അല്ലാഹുവിനോടുള്ള ലുൽമ ഒന്ന് മാത്രമാണ്. അത് ശിർക്ക് എന്ന് പറയുന്ന കൊടിയ പാപമാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതല്ല. അവനവനോട് കാണിക്കുന്ന ലുൽമ തന്നെയാണ്, സ്വന്തത്തോട് കാണിക്കുന്ന അക്രമം തന്നെയാണ്, സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുൽമ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, അതവന്റെ ശരീരത്തോട് ചെയ്യുന്ന ലുൽമ. ഇതിന്റെ അടയാളം എന്റെ പ്രിയപ്പെട്ടവരെ സിമ്പൽ കൂടി പറയാ. ഇതിലേതാണ് ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് സ്വയം ഒരു പരിശോധന നടത്തുക, ഒരു ആത്മവിചിന്തനം നടത്തുക. ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഭാസുരമാക്കാം. ഭാവി ഭാസുരമാക്കുന്നതിന് വേണ്ടി പരിശ്രമത്തിന്റെ വേലിയേറ്റ് സൃഷ്ടിക്കപ്പെടാ. ഇന്നിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സായുജ്യരായി കഴിയാം. ഇന്നലെയുടെ ചരിത്രത്തിന്റെ കുറവുകൾ നിറത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും സാഗോദം ഇത് കേൾക്കുക. അല്ലാഹു പറയുകയാണ്, ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം കാണിച്ചവരാണ് ഒന്നാമത്തെ വിഭാഗം. അതിന്റെ അടയാളം എന്തെന്നറിയോ? അതിന്റെ അടയാളം വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു നിർബന്ധമാക്കിയ അമലുകളുണ്ടല്ലോ, അല്ലാഹു ശറആക്കിയ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളെല്ലാം പാലിക്കുന്നവനല്ല. നിർബന്ധമായ അമലുകൾ ചിലർക്ക് ഒരുപക്ഷെ അവനെ ചെയ്തെന്ന് വരാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ഈ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാഞ്ഞിരപ്പള്ളിയുടെ മഹല്ലത്തിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോ അവൻ ഓടി പള്ളിയിലേക്ക് വരികയാണ്. ഔവല് ജമാഅത്തില്, ഔവല് സഫില്, ഔവല് തക്ബീറില് പങ്കെടുക്കാ. അവന് ഓടി പള്ളിയിൽ വരികയാ, നമസ്കാരത്തിന് ഓടിയെത്തുകയാ. പക്ഷേ സക്കാത്ത് അവന് കൊടുക്കുന്നതല്ല. അവന് സക്കാത്ത് കൊടുക്കാൻ അവന് മനസ്സില്ല. ഞാൻ കഷ്ടപ്പെട്ട സ്വത്തെന്തിനാണ് പാവപ്പെട്ടവന്റെ പള്ള നിറയ്ക്കാൻ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവനാ. ചിലപ്പോൾ അവന് സക്കാത്തും കൊടുക്കും. പക്ഷേ റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അതുകൊണ്ട് നോമ്പ് പിടിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത്. ചില ആളുകളാകട്ടെ റമളാനിൽ നോമ്പ് പിടിക്കും. കാരണം വയറൊക്കെ ഒന്ന് കുറയുമല്ലോ, കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയുമല്ലോ, ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുമല്ലോ. ഈ ഒരു ചിന്തയോടെ റമളാൻ മാസത്തിൽ നോമ്പൊക്കെ പിടിക്കുന്നവരാ, സക്കാത്തും വളരെ കൃത്യമായി കൊടുക്കുന്നവരാ. ഇട്ടുമൂടാനുള്ള പണമുള്ളത് കൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പള്ളിയുടെ മിനാ
മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അവന് നമസ്കാരം നിർവഹിക്കാൻ അവന് കഴിയുന്നില്ല. സഹോദരങ്ങളെ, സ്വന്തത്തോട് അക്രമം കാണിച്ചവന്റെ സിമ്പലിലാണ് അവൻ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആള് തന്നെയാണ്, പക്ഷേ ഒന്നാമത്തെ വിഭാഗത്തിലാ. ഇനി അവന് മറ്റൊരടയാളം കൂടിയുണ്ട്. എന്തെന്നറിയോ? അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ പലതും അവന്റെ ജീവിതത്തിൽ അവന് ചെയ്യുന്നവനാ. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് അവന് എത്തുമ്പോഴും പ്രിയപ്പെട്ടവരെ രാത്രി അവന് കള്ളു കുടിക്കുന്നവനാ, അവന് വ്യഭിചരിക്കുന്നവനാണ്, പലിശക്കാരനാണ്. അവന്റെ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അവന് എല്ലാ വിഷയത്തിലും മുൻപന്തിയിലാണ്. പക്ഷേ അവന് പലിശക്കാരനാണ്. പലിശപ്പണം കൊണ്ട് അവന്റെ പള്ള വീർപ്പിച്ചവനാ. അവന് ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ പലിശയിൽ നിന്ന് മാറാൻ അവന് കഴിയുന്നില്ല. ഈ നിലയിൽ അല്ലാഹു നിർബന്ധമാക്കിയ അമലുകളിൽ വീഴ്ച വരുത്തുകയും അല്ലാഹു ഹറാമാക്കിയ പല പ്രവർത്തനങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിം സഹോദര, നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്കിട്ട പേരെന്തെന്നറിയോ? ഈ ഖുർആനിന്റെ ആള് തന്നെയാണ്, പക്ഷേ ലാലിമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നീ മരിക്കണമല്ലോ, നിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറയുമല്ലോ. ആ സമയത്ത് നീ മരണപ്പെട്ട് നിന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവച്ചാൽ 6 കാലുള്ള കട്ടിലുള്ള മയ്യത്ത് കട്ടിലെടുത്ത് കിടത്തിയിട്ട് 3 വെള്ള തുണി പൊതിഞ്ഞിട്ട് 3 കെട്ടും കെട്ടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് 10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടിയിട്ട് ജനങ്ങളങ്ങ് 2 ചുവട് മാറി ചവിട്ടുമ്പോ അദാബ് തുടങ്ങുകയാണ് പൊന്നുമോള്. അദാബ് അല്ലാഹു നിനക്ക് തരികയാണ് പൊന്നുമോള്. അവസാനം ബർസഖ് എന്ന് പറയുന്ന ആ ഖബറെന്ന ജീവിതത്തിൽ നീ കഴിഞ്ഞതിനു ശേഷം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമല്ലോ. ഏത് കോടതിയാണ് പ്രിയപ്പെട്ടവര്? ജന്മം നൽകിയ വാപ്പ, ചോര നീരാക്കിയ പ്രിയപ്പെട്ട വാപ്പ, നീരാക്കിയിട്ട് എന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പ, രക്തത്തുള്ളികളെ വിയർപ്പ് തുള്ളികളാക്കിയ വാപ്പ, ആ വാപ്പയാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, എനിക്ക് ജന്മം നൽകിയത്. ആ പിതാവിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. എന്നാലും നൊന്തുപെറ്റ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ അടുക്കൽ ഓടി ചെല്ലാൻ നമുക്ക് കഴിയോ? ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ പകുതിയായ ദീനിന്റെ പകുതിയായ നമുക്ക് പൊന്നുമക്കളെ സമ്മാനിച്ച നമ്മുടെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആരുടെ മാറിടത്തിന്റെ സുഗന്ധമാണോ താൻ ഏറ്റുവാങ്ങിയ, ശരീരത്തിന്റെ ചൂടേറ്റ് കിടന്നിറങ്ങിയ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, ആ പ്രിയതമ്മയുടെ അടുക്കലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ ജീവന്റെ ജീവനായ, നമ്മുടെ കരളിന്റെ കഷണങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട പനിനീർ പുഷ്പങ്ങളുണ്ടല്ലോ, നമ്മുടെ പൊന്നുമക്കൾ, ആ മക്കളുടെ സഹായം ചോദിച്ചിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, ഭാര്യ ഇന്നലെ കയറി വന്നവളാ, മക്കൾ അതിലൂടെ ഉണ്ടായതാ. പക്ഷേ ഞാൻ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ എന്നോടൊപ്പം കിടന്ന എന്റെ സഹോദരൻ, എന്റെ സഹോദരി, അവരുടെ അടുക്കലേക്ക് ഇന്ന് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഒരു സഹായത്തിനാരും ഇല്ലാതിരിക്കുന്ന മഹ്ശറ വനസഭ, ഒരു ചാൻമുകളിലാണ് കത്തിച്ചൊലിച്ച അരുണന്റെ കിരണമതാ ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുകയാ. ആ മഹ്ശറ വനസഭയിൽ നീ നിന്ന് വിയർക്കേണ്ടി വരും പൊന്നുമോനെ. ഈ ഖുർആനിന്റെ ആളൊക്കെ തന്നെയാണ്. നീ ഏതോ ഒരു മസ്ജിദിന്റെ രജിസ്റ്റർ ബുക്കിൽ പേര് ചേർക്കപ്പെട്ടവനാണ്. നിന്റെ കല്യാണത്തിന് ഖതീബ് ദ്വാരം ഇട്ടുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങളും പള്ളികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിന്റെ മക്കൾ മദ്രസയിൽ പഠിച്ചത് തന്നെയാണ്, നീ മരിച്ചപ്പോൾ ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഹറാമായ പലതും നീ ചെയ്തിട്ടുണ്ട്, നിർബന്ധമായ പലതും നീ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ നിനക്ക് അല്ലാഹുവിന്റെ പേരേതെന്നറിയോ? ലാലിം എന്ന പേരാ. മഹ്ശറയിൽ നിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വിശുദ്ധമായ ഖുർആനിന്റെ അകക്കാമ്പ് തൊട്ടെറിഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, മുഫസ്സിറുകളുണ്ടല്ലോ, അവര് പറയുകയാണ്, അവര് എങ്ങനെയാ മഹ്ശറയിൽ നിൽക്കുന്നതെന്നറിയോ? അവര് ദീർഘകാല മഹ്ശറ
മഹ്ശറയിൽ നിൽക്കേണ്ടി വരുമെന്ന ഏത് ദിവസം എത്ര ദിവസമെന്ന കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറ വനസഭയിൽ അവരെ ദീർഘനാൾ നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആലോചിക്കണേ, നമ്മളാ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? വിശുദ്ധ ഖുർആനിന്റെ ആള് തന്നെയാണ്, പക്ഷെ നമ്മൾ ഹറാമായ പലതും ചെയ്തു പോയി, നിർബന്ധമായ പലതും നമ്മൾ ഉപേക്ഷിച്ചു പോയി. ഇതെന്നെ പറ്റി പറയുന്നതാണ്. നമ്മൾ ആരുമല്ല എന്ന് ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ വന്നു പോയാൽ നമ്മൾ ആരും ഖുർആനിന്റെ ആളുകളല്ലെന്നോ, നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ലെന്നോ, കള്ളുകുടിക്കുന്നവൻ കാഫിറാണെന്നോ വിധി എഴുതാൻ ലോകത്ത് ഒരാളെയും അല്ല ഏൽപ്പിച്ചിട്ടില്ല. അവനൊക്കെ മുസ്ലിം തന്നെയാണ്, മോമിൻ തന്നെയാണ്, ഖുർആനിന്റെ ആളുകൾ തന്നെയാണ്. പക്ഷേ അവൻ അല്ലാഹു കൊടുത്ത നാമം ലാലിമ്. നാളെ ആഖിറത്തിൽ വരുമ്പോ യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി, മഹ്ശറയിൽ അവൻ ദൈർഘ്യം നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചിന്തിക്കും 1-2 ദിവസങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, മതി, ഒറ്റ ദിവസം നിന്നാ മതിയടോ. ഒറ്റ ദിവസം, അവിടത്തെ ഒരു ദിവസം മിഖ്ദാറുഹു 50 അൽഫ സന, ഇവിടത്തെ 50,000 കൊല്ലമാ, 50,000 വർഷം. ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്. ചിന്തിച്ചു നോക്ക്, അവിടെ നിൽക്കേണ്ടി വരും. മടിയിൽ കനമുള്ളവനൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരു വഞ്ചിയിൽ, തുഴയുന്ന വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്ത് കരക്കെത്തിയപ്പോൾ വഞ്ചിക്കാരന്റെ തോണിക്കാരന്റെ ആ ചുങ്കക്കാരന്റെ ഒരു അഭ്യർത്ഥന വന്നു, ഒരാളും എഴുന്നേക്കരുത്, കാരണം നിങ്ങളുടെ ലഗേജ് പരിശോധിക്കേണ്ടതുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വഞ്ചി കരക്കടിഞ്ഞപ്പോൾ ഒരൊറ്റ ചാട്ടം, കരയിലേക്ക് ഒരൊറ്റ ചാട്ടം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ചെന്നു. ചുങ്കക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലഗേജ് പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറു ചോദ്യം, ലഗേജ് ഉള്ളവൻ നിന്നാ പോരെ, ഞാൻ ഫ്രീയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പിന്നെ ഇതിനവിടെ നിൽക്കണം. ചുങ്കക്കാരൻ പറഞ്ഞു, മാപ്പാക്കണം, പൊയ്ക്കോളൂ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഈ ഭൗതിക ലോകത്തെ ഒരു വഞ്ചിക്കാരന്റെ പിടുത്തത്തിൽ നിന്ന് ഞാൻ കയ്യിൽ ലഗേജുകളില്ലാത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ടെങ്കിൽ നാളെ നിന്റെ മലായിക്കത്തുകളാകുന്ന സബാനിയാക്കളായ നിന്റെ ഹിലാലുൻ സിദാദുൻ എന്ന് പറഞ്ഞ കഠിന ഹൃദയരായ മല്ലന്മാരായ, ചിരിക്കാത്ത, കരുണയില്ലാത്ത, കാരുണ്യമില്ലാത്ത ആ മാലാഖമാരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ കൈവശം പടച്ചവനെ ഒരു മുതലും ഒരു ചരക്കും ഒരു പാപഭാരവും ഉണ്ടാകാതെ പോയെങ്കിൽ എന്ന് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മഹാനവറുകൾ നടന്നു നീങ്ങുകയാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത കരങ്ങളാ നമ്മുടെ കരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ലാലിമീങ്ങളാ. നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താ, നമ്മളൊക്കെയാണ് എല്ലാം തികഞ്ഞ ആളുകളെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഒന്ന് സഞ്ചരിക്കണം. ഖുൽ സീറൂ ഫിൽ അർള്, ഒന്ന് സഞ്ചരിക്ക്. സീറൂ, നിങ്ങൾ ടൂർ പോകൂ, അള്ളാഹുവിന്റെ വാക്കാ. നിങ്ങളൊന്ന് സഞ്ചരിക്ക്, നിങ്ങളൊന്ന് നാട് നീളെ ഒന്ന് നടക്ക്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, നടക്കണം, സഞ്ചരിക്കണം, ലോകം കാണണം. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിക്കും, ഒഴുകുന്ന വെള്ളം ആ മാറ്റം ഉണ്ടാവൂല. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കെട്ടിക്കിടന്ന ഇപ്പോഴും ചില നാടുകളെ പറ്റി പറയുന്നത് അവിടെ മാത്രമാണ് ദീനുള്ളത് എന്നാണ്. പക്ഷേ അവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്തൊക്കെ ദീന് വലിയ വലിയ പട്ടണങ്ങളായി മാറിയിട്ടുണ്ട്. മതബോധം കൂടുതലുള്ള നാടുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചുറ്റി സഞ്ചരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ഈ ലാലിമ്യങ്ങളിലാണ്. അവനവനൊന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഏതിലാപ്പെട്ടിരിക്കുന്നേ. നാളെ ആഖിറത്തിൽ ദീർഘനാൾ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ചെറിയ തെറ്റിന്റെ പേരിൽ നരകത്തിൽ കിടക്കേണ്ടി വരും. കാലാവധി കഴിയുമ്പോൾ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെടും. ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ റബ്ബ് കള്ളം പറയില്ല. നമ്മുടെ റബ്ബ് വാഗ്ദാനം ലംഘിക്കില്ല. നമ്മുടെ ഹബീബ് ഇന്ന് വരെ അവിടുത്തെ വിശാലത്തിന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടനക്കിയിട്ട് തമാശയ്ക്ക് പോലും ആ ആദരങ്ങളിൽ നിന്ന് ഒരൽപ്പം, ഒരു തമാശയ്ക്ക് പോലും ഒരു അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വന്നിട്ടില്ല. ആ പ്രവാചകനാണ് പറഞ്ഞത്, മുഖല്ലതായി നമ്മൾ ആരും നരകത്തിൽ ഉണ്ടാവൂല, ശാശ്വതരായി നമ്മൾ നരകത്തിൽ ഉണ്ടാവൂല. കലിമയുടെ ആളുകളാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ടോ, രക്ഷപ്പെട്ടു നമ്മൾ എന്നെങ്കിലും സ്വർഗത്തിൽ കയറും. പക്ഷെ അങ്ങനെ പോയാൽ മതിയോ?
അങ്ങനെ പോയാ മതിയോ? ആ കൂട്ടം ആളുകളാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് 2 കാലുകളും ഒന്ന് ഊന്നിയാൽ അവരവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ ഹല്ലനാ ദാറൽ മുഖാമ. വിശുദ്ധമായ ഖുർആൻ അതേ അധ്യായം തന്നെ നമ്മെ പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് അവർ 2 പാദങ്ങളും ഊന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന. പടച്ചവനെ, ഭീമാകാരമായ മഹ്ശറയുടെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിന്ന്, കഠിനമായ ഭീകരമായ ബീഭത്സമായ നരകക്കുണ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ റബ്ബേ, അല്ലദീ ഹല്ലനാ ദാറൽ മുഖാമ, ഇവിടെ അനുഗ്രഹീതമായ ശാശ്വത ഭവനത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ അല്ലാഹ്. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലഹൂബ്. ഇവിടെ കൂട്ടിക്കൊടുപ്പില്ല, ഒറ്റുകൊടുപ്പില്ല, ശബ്ദകോലാഹലങ്ങളില്ല. ഇവിടെ പരസ്പരം വൈമനസ്യമില്ല, വൈക്ലഭ്യമില്ല, വൈഷമ്യമില്ല. ഇവിടെ വെറുപ്പില്ല, കുശുമ്പില്ല, അസൂയയില്ല, ഒന്നുമില്ലാത്ത സുന്ദരമായ കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗത്തിലാണ് ഞാനുള്ളത് റബ്ബേ. സന്തോഷത്തോടെ നമ്മൾ വിളിച്ചു പറയുമെന്നാണ്. അള്ളാഹു തൽക്കാലം നമ്മൾ അതിൽ ആരെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഈ ലാലിമീങ്ങളിൽ. കാരണം നമ്മളെ കൊണ്ട് പറ്റൂല സഹോദരൻ. ഇപ്പൊ തന്നെ എല്ലാവരും വീശിയായിരിക്കുന്നത്. എന്ത് ചൂടാ നമ്മുടെ ചൂട്? ഒരു ചൂടുമല്ല, ഇതൊന്നൊരു ചൂടല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ? ഇവിടെ 45ഓളം കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മഹല്ലിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നല്ല, അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല, അതിന്റെ ആവശ്യവും ഇല്ല, അങ്ങനെ ഉസ്താദുമാർ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ പുകഴ്ത്തുന്നവന്റെ വായിൽ മണ്ണുവാരിയിടണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്. ആവശ്യമില്ലാതെ പുകഴ്ത്തുന്നവൻ, നമ്മളെ തട്ടിപ്പൊക്കി അറസിൽ കയറ്റുന്നവനെ സൂക്ഷിക്കണം. എന്തോ പണി വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. റൂമിലൊക്കെ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ കാഞ്ഞിരപ്പള്ളി വരുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊക്കെ ഉസ്താദ് നിങ്ങളാണ് എല്ലാം, വല്ലാത്തൊരു പ്രസംഗം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, ഒന്നിൽ പൈസ കടം ചോദിക്കാനാ, ഒന്നുകിൽ പൈസ കടം ചോദിക്കാനാ, അല്ലെങ്കിൽ എന്തോ പണി വയ്ക്കുന്നുണ്ട്. അത് മനസ്സിലായി. അതാണ് ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ ആരാ? ആ മഹാനെല്ലാം മനസ്സിലായി. അകക്കണ്ണ് കൊണ്ട് കാണുന്നവരാണല്ലോ മഹത്തുക്കള്. അദ്ദേഹം പറഞ്ഞു, എടാ നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല, പക്ഷെ നിന്റെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാനുണ്ട്. എന്നെപ്പറ്റി ഒരു ധാരണ എനിക്കുണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ ഞാനുണ്ട്, പക്ഷെ നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല. അതുകൊണ്ട് ഉസ്താദിനെ സംബന്ധിച്ച ഇരുത്തി പുകഴ്ത്തേണ്ട കാര്യമില്ല, ഒറ്റ കാര്യമില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് മറ്റു ഇപ്പോ നിലവിലുള്ള ഉസ്താദുമാരോ അതിനു മുമ്പുള്ള ഉസ്താദുമാരോ കുഴപ്പക്കാരെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത്രയും അച്ചടക്കമുള്ള വറബ്ബിൽ കഅബ, ഇത്രയും അച്ചടക്കമുള്ള ഒരു ശിഷ്യ സമ്പത്ത് ദർസി പാരമ്പര്യത്തിൽ പനവൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോഴും പ്രസിദ്ധമായ ഒരു കാര്യമാണ്. അത്ര നല്ല ചിട്ടയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും 25 വർഷം പൂർത്തിയാക്കി ഇല്ല, ഒരു നൂറ്റാണ്ട് പരിശുദ്ധ ദീനി ദഅവ ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഇച്ചിരി ദൂരം കൂടുതലും വളവ് കൂടുതലായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു എന്തായാലും മാറ്റി കൊടുക്കട്ടെ. ഇപ്പൊ റോഡ് നോക്കാൻ പറ്റൂലല്ലോ. എന്നാൽ അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ ചിട്ടയായ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇവിടെ ദർസ് എടുത്ത മഹാന്മാരൊക്കെ വലിയ വലിയ മഹത്തുക്കളെ. എന്റെ ഉസ്താദ് ബഹുമാന്യനായ ഷാഫി മന്നാനി ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ദുൽ കരീം ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് മഹാനായ ഈസ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ചേലക്കുളം ഉസ്താദ്. ആ ഒരു ഗുരു ശിഷ്യ ബന്ധം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ആരക്കാലം കാഞ്ഞിരപ്പള്ളിക്കാർക്ക്. ഇനി അതല്ല, അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈസ ഉസ്താദ് ഇവിടെ ദർസെടുത്തു. അതിന്റെ തൊട്ടുമുകളിലുള്ള ചേലക്കുളം ഉസ്താദ് ദർസെടുത്തു. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ആഹാരം കൊടുത്തു. നിങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ ന്യൂജൻ അല്ല, ഇരിക്കുന്ന പ്രായമുള്ള ദീർഘനാള് നമ്മുടെ ബഹുമാനപ്പെട്ട VM ഉസ്താദാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആഹാരം കൊടുത്ത് ദർസിന് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത, നിങ്ങളെ വളർത്തിവിട്ട, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളവും വളവും നൽകിയ ഒരു ദർസിന്റെ സന്തതിയാണ് ഞാനും എന്ന് പറയാൻ വേണ്ടി പറയാം. അപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു മിസ്ലു സവാബ് ഉണ്ടല്ലോ.
കാരണം ആ പരമ്പരയിൽപ്പെട്ടതാണ് ഞാൻ. എന്റെ ഉസ്താദുമാരുടെ ആ സിൽസില പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ദർസ് ഇവിടെ നിലനിൽക്കുകയാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് നിങ്ങൾ കൂടെ പഠിക്കാൻ തയ്യാറാകണം. ഒരു ഉസ്താദ് അങ്ങോട്ട് എണീക്കുമ്പോ എണീറ്റ് ഓടിപ്പോകരുത്. നമ്മൾ അവിടെ ഇരുന്ന് എന്താ പറയുന്നതെന്ന് കേൾക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. അള്ളാന്റെ തർത്തീബ് നോക്ക്. ആദ്യം പറഞ്ഞ ലാലിമീങ്ങളെയാ. എന്താ കാര്യം? 2 ഉദാഹരണം ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ വീണ്ടും വിഷയത്തിന്റെ ട്രാക്കിലേക്ക് കയറാം. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആന്റെ തർത്തീബ് എങ്ങനെയാണെന്നറിയാം. ഒരായത്തിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്താ അർത്ഥം? കേൾവി, കാഴ്ച, ചിന്ത ചോദിക്കപ്പെടും. എന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം കേൾവി പറഞ്ഞത്? കാഞ്ഞിരപ്പള്ളി ടൗണിലൂടെ നടന്നു പോകുമ്പോ എന്തോ ഒരു ശബ്ദം, അത് നമ്മൾ ആദ്യം കേൾക്കുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, അപ്പോഴാ 2 വണ്ടി കൂട്ടിമുട്ടി കിടക്കുന്നു. അപ്പോഴാണ് ചിന്തിച്ചത് ഈ ശബ്ദം അതായിരുന്നു. ഇതാണ് തർത്തീബ്. ആദ്യം കേൾക്കും, പിന്നെ കാണും, പിന്നെ ചിന്തിക്കും. അള്ളാഹുവിന്റെ തർത്തീബാണ്. വേറൊരായിട്ട് നിങ്ങൾ നോക്ക്. സക്കാത്ത് കൊടുക്കാതെ കോടീശ്വരന്മാര്, സമ്പന്നന്മാര് സക്കാത്ത് കൊടുക്കാതെ മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. സക്കാത്ത് കൊടുക്കാതെ സക്കാത്തിന്റെ വിഷയത്തിൽ സദസ്സിൽ പ്രസംഗിച്ചപ്പോൾ ഒരു സമ്പന്നന് അതങ്ങ് നൊന്തു. ആ സമ്പന്നൻ അവിടെ നിന്ന് സംഘാടകരോട് ചോദിച്ചു എന്ന് പിന്നീട് ഞാൻ അവിടെ പോകുമ്പോൾ എന്നോട് അവർ പറഞ്ഞു, അല്ലാഹുവല്ലേ എനിക്ക് സമ്പത്ത് തന്നത്? അതെ. ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാത്തതും അല്ലാഹ് അല്ലേ? അതെ. അല്ലാഹ്ക്ക് അറിയാറുന്നല്ലോ അവന് കൊടുത്തില്ല എന്ന്. അതെ. എന്നിട്ട് അല്ലാഹ് അവന് കൊടുത്തോ? ഇല്ല. പിന്നെ ഞാൻ കൊടുക്കണം? നല്ല ചോദ്യം. അല്ലാഹ്ക്ക് അറിയാലോ അവന് കൊടുക്കണോ? ഇല്ല, അവന് പട്ടിണിയാണെന്ന് അറിയാം. എന്നിട്ട് അല്ലാഹ് കൊടുത്തോ? ഇല്ല. അല്ലാഹ് കൊടുക്കാത്തോ ഞാൻ പിന്നെ കൊടുക്കുന്നതിനാ? ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ പറയുന്ന പണക്കാരുണ്ട്. ഒരൊറ്റ സെക്കൻഡ് മതി ഇതെല്ലാം നശിച്ചു പോകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി, സക്കാത്ത് നിഷേധികളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബ് വയൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. വിശുദ്ധ ഖുർആന്റെ തർതീബ് നോക്കിയേ. നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്, നമ്മുടെ പൈനാപ്പിൾ തോട്ടം, ഇവിടെ അതൊക്കെയല്ലേ കൂടുതൽ. പിന്നെന്താ? അക്കൗണ്ടുകൾ, സ്വർണം, ബമ്പർ നോത്തിട്ടിരിക്കുന്ന സ്വർണം, 10ഉം 25ഉം പവൻ ഒരുമിച്ച് തിരിക്കുന്ന സ്വർണം, നമ്മുടെ ബാങ്ക് ബാലൻസ്, കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം, ഇതെല്ലാം കൂടി അല്ലാഹു യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിലിട്ട് അല്ലാഹു ഇതിനെ അങ്ങോട്ട് ചൂടാക്കിയിട്ടോ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും, ആദ്യം നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചേരും, പിന്നീട് പാർശ്വങ്ങളിൽ വെക്കും, പിന്നീട് മുതുകത്തും വെക്കും. എന്തിനാ അല്ലാഹു യവനങ്ങ് നരകത്തിടുമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാന്നറിയോ? നമുക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ്. ഒരാള് വന്ന് കൈനീട്ടുമ്പോൾ ആദ്യം നെറ്റി ചുളിക്കും, അല്ലേ? ആദ്യം ഒരു പുച്ഛം അവനോട് നെറ്റി ചുളിക്കും. ആദ്യം അല്ലാഹ് അവിടെ തന്നെ കൊടുക്കുന്നു പണി. രണ്ടാമത് അവനെ അവോയ്ഡ് ചെയ്യുന്നു, തിരിഞ്ഞു പിടിക്കുന്നു. ആ ഭാഗത്ത് അല്ലാഹു പാർശ്വങ്ങളിൽ അല്ലാഹു ചൂടുവെക്കും. പിന്നീട് അവൻ നടന്ന് നീങ്ങുന്നു നിഷേധിയായിക്കൊണ്ട്, അവന്റെ മുതുകത്തും അല്ലാഹു ചൂടുവെക്കും. ഇത് അല്ലാഹുവിന്റെ ഒരു തർത്തീബാണ്, വിശുദ്ധ ഖുർആനിന്റെ. അതേ തർത്തീബാണ് ഇവിടെ പറഞ്ഞത്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിബ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്. എന്തിനാ അല്ലാഹ് ഇത് പറഞ്ഞതെന്നറിയോ? ആദ്യം പറഞ്ഞ ലാലിമാണ്. കാരണം സർവ്വസാധാരണ ലാലിമീങ്ങൾ കൂടുതലാണ്. അങ്ങനെ ലാലിമീങ്ങളായി ഒരു ദിവസം വാഴ കേട്ടു. ശഅബാനൊക്കെയല്ലേ, ഇവിടുന്ന് 4-5 കുട്ടികള് സനദിന് പോവുകയാണല്ലോ. അങ്ങനെ നന്നാകണമെന്നൊരു പെണ്ണ് തീരുമാനിച്ചു. അവൾ അങ്ങനെ തീരുമാനിച്ച് പശ്ചാത്തപിച്ചപ്പോൾ അവൾ മുഖ്തസിദായി, മധ്യവർത്തിയായി. ആ തൗബയിലൂടെ അവൾക്ക് അമലുകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തപ്പോ സാബിഖുൻ ബിൽ ഖൈറാത്തായി. അതാണ് തർത്തീബ്. അല്ലാഹു നമുക്ക് ലാലിമീങ്ങൾ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ലാലിമീങ്ങളാണെങ്കിലും നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്കൊന്ന് പോയാലോ? അതാരാണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, വമിൻഹും മുഖ്തസിബ്. അവരും മധ്യവർത്തികളാണ്, അവരും മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ സിംബൽ എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞ ഈ രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുടെ അടയാളം എന്താ പറയുക? സഹോദരങ്ങളെ, അവർ ഫർളായ ഒരു കാര്യങ്ങളും ഒഴിവാക്കൂല. ജീവിതത്തിൽ അല്ലാഹു നിർബന്ധമാക്കി ഒന്നും ഒഴിവാക്കൂല. അവര് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ബാധ്യതകളാകട്ടെ, ഒന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂല. ഫർളായ കാര്യങ്ങളെ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാ. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സുന്നത്തുകൾ അവർക്ക്
വിട്ടുപോവുകയാ. സുന്നത്തായ അമലുകളെ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെടുകയാ. അതുപോലെ ഹറാമായ ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ വരൂല. അള്ളാഹു നിഷിദ്ധമാക്കിയതൊന്നും അവരുടെ ജീവൻ പോയാലും അവർ ചെയ്യൂല. പക്ഷെ അവരറിയാതെ പലപ്പോഴും കറാഹത്തുകൾ ജീവിതത്തിൽ വന്നുകൂടുകയാ. ഇവരാണ് മുഖത്തസ്ദീങ്ങള്, ഇവരാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കാര്, അവരാണ് മധ്യവർത്തികളെന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുവോ, ഈ പറഞ്ഞ വിഭാഗത്തിൽ എത്രയോ ആളുകൾ ഈ കാഞ്ഞിരപ്പള്ളിയിലുണ്ടാവും. അള്ളാഹു പറഞ്ഞ വിഭാഗമാരാണ് ഹറാമായതൊന്നും അവർ ചെയ്യൂല, പക്ഷെ കറാഹത്തുകൾ അറിയാതെ ചെയ്തു പോകുന്നവരാ. നിങ്ങൾക്കറിയോ, കറാഹത്തുകൾ വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോ ഇത് ആരെങ്കിലും വന്നിട്ട് തെറ്റാണോ എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കും, അത് ഒരിക്കലും ഹറാമല്ലല്ലോ, അതൊന്നും ഹറാമല്ലല്ലോ. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടില്ലേ കല്യാണ മാമാങ്കങ്ങള്, കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ. ഇതൊന്നും പേരെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, സ്ഥലത്തിന്റെ പേര് പോലും പറയേണ്ട കാര്യമില്ല. അവർ കാണിച്ച പ്രവൃത്തി പോലും ഒരു സദസ്സിലെടുത്ത് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ, അവരൊന്നും മതബോധമുള്ളവരല്ല. മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് മതത്തിനെ പറയിപ്പിക്കാൻ ചെയ്യുന്നവരാ. നഴ്സറി കുട്ടിയുടെ കോലത്തിൽ വരുന്ന പുതിയ ആപ്പിള. എന്റെ ചെറുപ്പക്കാരാ, കാഞ്ഞിരപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, പൊന്നുമോനെ, 2 വട്ടമാണടാ നീ ഏറ്റവും ശ്രദ്ധേയനാകുന്നത്. ഇവിടെ ഏത് VIP വന്നാലും അവരെല്ലാവരും നോക്കുന്നത് നിന്നെ തന്നെയാ. ആര് വന്നാലും ശബ്ദം മുഴുവനും നിന്നിലേക്കാ. ജീവിതത്തിൽ 2 തവണ അതുള്ളൂ. അതൊന്ന് നീ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് സുറുമ ധരിച്ചുകൊണ്ട് അപ്പന് വേഷിയിട്ട് നീ കല്യാണത്തിന്റെ കതിർമണ്ഡപത്തിലേക്ക് പോകുന്ന ദിവസമാ. രണ്ടാമത് പൊന്നുമോനെ, നീ കുളിക്കൂല, പക്ഷേ നിന്നെ കുളിപ്പിക്കും. നീ ഉടുക്കൂല, പക്ഷേ നിന്നെ ഉടുപ്പിക്കും. നീ പുതക്കില്ല, പക്ഷേ നിന്നെ പുതപ്പിക്കും. നീ അത്തർ പൂശില്ല, നിന്നെ മറ്റുള്ളവർ അത്തർ പൂഷിപ്പര്. നിന്റെ മരണമാണ്, നിന്റെ മരണമാണ്. ആ ദിവസവും നീയാണ് ശ്രദ്ധേയനാകുന്നത്. ഈ 2 ദിവസവും നീ പോകേണ്ടത് ഏറ്റവും നല്ല ചമഞ്ഞൊരുങ്ങിയിട്ടാണല്ലോ. അത് നിന്റെ ഹബീബ് നിനക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. ഒരു പുതുമാരനെങ്ങനാ പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തതെന്ന് നമ്മുടെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ വേണ്ട ചെറുപ്പക്കാരാ. ഏതെങ്കിലും കുരുത്തം കെട്ടവനോട് ഇത് പറഞ്ഞു നോക്കണം. അപ്പോഴവന്റെ മറുപടി എന്തെന്നറിയോ, അതൊന്നും വലിയ ഹറാമൊന്നുമല്ലല്ലോ, മഞ്ഞ കല്യാണം നടത്തിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, ഇവിടിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും, ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഓരോ പണ്ഡിതന്മാർക്കും കടപ്പാടുണ്ടാകും. എന്തായാലും ബഹുമാനപ്പെട്ട MH നാസറുദ്ദീൻ ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരമ്പരയും ഞാനടങ്ങുന്ന ഇവിടിരിക്കുന്ന എനിക്കറിയുന്ന എല്ലാ ഉലമാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ വഅള് പറഞ്ഞ വേദിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വഅള് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, കാലം പോയ പോക്ക. നിങ്ങൾ പറയും ഉസ്താദിന്റെ വിനയം ഇങ്ങനെ ഒഴുകുന്ന. അല്ല, നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ പറയാ. നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയാ. ആ മഹാരഥന്മാരായ ഉസ്താദുമാര് വഅള് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോ ഒരു ബിസ്ക്കറ്റോ പഴമോ മുട്ടായോ എന്തെങ്കിലും തിന്നിട്ടേ തഴവ ഉസ്താദ് വെള്ളം കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞ കുലു വഷ്റബൂന്ന, തിന്നോളിയും കുടിച്ചോളിയുന്ന, അതുകൊണ്ട് തിന്നിട്ടേ ഞാൻ കുടിക്കൂ. ഖുർആന്റെ ഒരു ശൈലിയാണ്. പക്ഷെ 0.0% പോലും വിശുദ്ധ ദീൻ ഖുർആൻ തന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. അത്രേ. അങ്ങനെയുള്ള ആലിമീങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, ഈ പതിറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന വലിയ വലിയ മഹാരഥന്മാർ, അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ. അങ്ങനെ പേരെണ്ണി പറഞ്ഞ വടക്കും തെക്കുമായിട്ട് നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വടക്കും തെക്കുമായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിത കേസരികളൊക്കെ ഇത് അറിയുന്ന, നമുക്കറിയുന്ന, ഇനി നമ്മൾ അറിയാത്ത എത്രയോ സാധാരണക്കാരായ ആബിദീങ്ങളായ, ഇൽമ് കുറവാണെങ്കിൽ പോലും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന വലിയ വലിയ മഹാരഥന്മാർ. ഞാനൊരു യാത്രയിൽ, കണ്ണൂരിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ ട്രെയിനിൽ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ആ സംഘത്തെ പറഞ്ഞ നാളെ എന്റെ പലപ്പോഴും പലരും പറയുന്ന പിന്നെ നിങ്ങൾ വഴന്നു പറയണ്ടെന്ന് പറയും. അത് അങ്ങനത്തെ ലോകമാണല്ലോ ഇപ്പൊ, അറിയാമല്ലോ. നമ്മുടെ ലോകം വരുന്നവന്റെ ജുബയുടെ ഇറക്കം നോക്കും, അവന്റെ കെട്ടിന്റെ വലിപ്പം നോക്കും. എന്തൊരു സമൂഹം! അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാമീനൊക്കെ അങ്ങോട്ട് പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംഘം കണ്ണൂരിലേക്ക് അവർ പോകുന്ന വേറൊരു സ്ഥലത്തേക്കാ. എനിക്ക് കണ്ണൂർ ഇറങ്ങണം. ഞാൻ ആ കണ്ണൂർ ഇറങ്ങുന്ന ആ ആളിനെയൊക്കെ ഉസ്താദിനറിയാം, ഇരിക്കുന്ന പലർക്കും അറിയാം. ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ലാ ഫഖറ, അന്തസ്സിന് വേണ്ടിയോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത് 40 കൊല്ലമായി എനിക്ക് അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ഞാൻ കരുതി ഇനി ട്രെയിനിൽ നിന്ന് ചാടിക്കളയണ്ട. കാരണം എന്താണ്, നമ്മൾ കരുതി ഇതിപ്പോ ഈ തള്ളി മറിക്കുക അങ്ങനൊന്നുമല്ല. നല്ലൊരു മനുഷ്യൻ, സാലിഹായ മനുഷ്യൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ പ്രൊഫസർ അല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ അല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുഷാവറ അംഗമല്ല. അദ്ദേഹം സാധാരണക്കാരനായ ഒരു തുണിക്കച്ചവടക്കാരനായ ഒരു കർഷകനായ ഒരു സഹോദരൻ. അദ്ദേഹം പ്രായാധിക്യമെന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 40 കൊല്ലമായി അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ഇതിനിടയിൽ വിമാനം കയറിയിട്ടുണ്ട്, കപ്പൽ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവ്വൽ തക്ബീർ 40 കൊല്ലമായി ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ആള് ഹയാത്തിൽ, ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഹയാത്തിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? സുന്നത്തായ അമലുകൾ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പുക, ഇത് കറാഹത്താണ്. ഇടത്തോട്ടും പിന്നിലേക്കുമാണ് നമ്മൾ തുപ്പേണ്ടത്. 2ാം സഫിൽ നിൽക്കുമ്പോൾ 1ാം സഫിൽ സ്ഥലം വന്നു, അവിടെ നിന്ന് ആള് ഒളിമുറിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം സൗകര്യപ്പെടുകയോ ചെയ്താൽ പുറകിൽ നിൽക്കുന്നവൻ ഫാനിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ അടുത്ത് നിൽക്കുന്നവനെ തള്ളി അങ്ങോട്ട് കയറ്റി വീഴുക. നീ പോയി നിന്നോടാ, അത് കറാഹത്താണ്. മറ്റൊരാളെ തിരഞ്ഞെടുക്കരുത്, നമ്മൾ കയറി നിൽക്കണം. ജീവിതത്തിൽ കറാഹത്തുകൾ എത്ര പേര് സൂക്ഷിക്കാറുണ്ട്? നമ്മൾ പറയാം അത് കറാഹത്തല്ലേ ഉള്ളൂ, അത് മുഖ്തസ്രീങ്ങളാണ്. ജീവിതത്തിൽ ഫറലായ ഒന്നും വിടില്ല, പക്ഷെ അവര് സുന്നത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. ഹറാമ് ജീവിതത്തിൽ ഒരിക്കലും അവർ ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് കറാഹത്തുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇതാണ് മുഖ്തസ്രീങ്ങൾ, ഖുർആന്റെ 2ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ. കറാഹത്ത് സൂക്ഷിക്കുന്ന നമ്മളെ നശിപ്പിച്ചു കളയും. മദീനയുടെ നായകൻ, മദീനയുടെ തൊട്ടടുത്തുള്ള മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മാറുടപ്പിന്റെ മടിത്തട്ടിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തോടൊപ്പം നടന്നു പോകുമ്പോൾ വിജനമായ ആ പ്രദേശത്ത് മണലല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഹബീബായ മുത്തു പറയുന്നു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. എന്നാ നിങ്ങളൊന്ന് നടന്നു വരിക, നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് എന്താണോ ഇവിടെ കൊണ്ടുവെക്കുവോ. അങ്ങനെ സഹാബാക്കൾ 4 ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. വിന്യസിക്കപ്പെട്ട സഹാബാക്കളും മടങ്ങി വന്നപ്പോൾ പലരുടെയും കയ്യിൽ ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാഷ്ടമാ, പലരുടെയും കയ്യിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയാ, ചെറിയ കമ്പുകളാ, ചിലരുടെ കയ്യിൽ കുപ്പിച്ചില്ലുകളാ. മരുഭൂമിയിൽ നമുക്കറിയുമല്ലോ, കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അല്ലാ സഹോദരങ്ങളെ, ഒരു വലിയ കൂമ്പാരം പ്രത്യക്ഷപ്പെടുകയാ. ഈ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ഹബീബായ മുത്തു പറഞ്ഞതെന്തെന്നറിയോ? ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ സംഭവിക്കുക. ഇയ്യാകും മുഹഖിറാത്തുൽ ദുനൂബ് ഫഇന്നഹുന്ന യജ്തമീന അലർ റജുലി ഹത്താ യുഹ്ലികിനഹു. നിങ്ങളെ നശിപ്പിക്കാൻ ഇത് മതിയെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹാബത്തിനെ, സദീത്തിനെ, സഖാക്കളെ സംസ്കരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ എന്റെ പെങ്ങന്മാർക്ക് ഞാനൊരു ചെറിയ ഹിക്മത്ത് ഞാൻ പറഞ്ഞു തരാ. നേരം വെളുക്കും നിങ്ങൾ രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഒരു ചെറിയ A4ന്റെ ഒരു പേപ്പർ ഒട്ടിക്കുക. എന്നിട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ നിങ്ങൾ ആ A4ന്റെ ഒരു പേപ്പറിന് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് രാവിലെ റൂമിൽ നിന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് വന്ന് നിങ്ങൾ ചായ ഇടുകയാണ്. ആ ചായ
ചായയിട്ട് നിങ്ങൾ ചുണ്ടിലേക്ക് ആർത്തിയോടെ ചായ കുടിക്കാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നു, പടച്ചവനെ ഞാൻ ബിസ്മി ചൊല്ലിയില്ലല്ലോ. പെട്ടെന്നൊരു കുത്ത് നിങ്ങൾ ആ വെള്ള പേപ്പറിലിടുക. രണ്ടാമതാണ് ഓർത്തത്, ഞാൻ നിന്നുകൊണ്ടാണല്ലോ കുടിച്ചത്, പെട്ടെന്നൊരു കുത്തിടുക. പിന്നെയും ഓർത്തു, റബ്ബേ ഞാൻ ഇടത് കൈ കൊണ്ടാണല്ലോ കുടിച്ചത്, വീണ്ടും ഒരു കുത്തിടുക. എന്നിട്ട് കുടിച്ചു തീർന്നിട്ട് നീ പറഞ്ഞില്ല അൽഹംദുലില്ലാഹ്. പടച്ചവനെ, വെള്ളമിറക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, എനിക്ക് നന്നാകിട്ട് വെള്ളം കുടിക്കാൻ അവസരം തന്ന് എനിക്ക് നല്ല നിലയിലെ സൗകര്യങ്ങളെ തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയല്ല എന്ന് പറയാ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ പേരിൽ ഒരു കുത്തും കൂടി നിങ്ങൾ ഇടുക. പെങ്ങന്മാരെ, രാത്രി കിടക്കാൻ നേരത്ത് ആ കലണ്ടറിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ആ പേപ്പറിനെ ഇളക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരുപക്ഷെ വെളുത്ത ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. എല്ലാ കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കറുത്ത കുത്തുകളായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂ. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ കരിവാളിച്ചിരിക്കുകയല്ലേ? ഒന്ന് ചോദിക്കട്ടെ കാഞ്ഞിരപ്പള്ളിക്കാരാ, വഴലില്ലെങ്കിൽ പോലും ഉംറയ്ക്ക് കുറവൊന്നും കാണൂലല്ലോ. വഴലില്ലാത്ത നാടാണ് ഒരുപക്ഷെ വഴല്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളിയിൽ വഴല് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ദീനിയായ ജീവിതം നയിച്ച് നിങ്ങൾ മുന്നോട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ വിശുദ്ധ ഉംറയ്ക്കോ ഹജ്ജിനോ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കഅബാലയത്തിന്റെ മൂലയില് പരിശുദ്ധമായ കല്ലിരിപ്പുണ്ടല്ലോ, ഹജറുൽ അസ്വദ്. ആ കല്ല് ഏത് നിറമാണെന്ന് പറയാൻ എന്നെ മുന്നിരിക്കുന്ന നിങ്ങൾക്ക് കഴിയോ? ആ കല്ലിന്റെ നിറം. എന്നിട്ട് ആ വടിയുടെ അഗ്രഭാഗത്ത് നിങ്ങൾ മുത്തണേ. ഇതിനും കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാം നാലാമത് നമുക്ക് നൽകിയതെന്തെന്നറിയോ സഹോദരങ്ങളെ? ചോയ്സ് നാലാമത്തേത്, പിറകിലേക്ക് തിരക്കില്ലാത്തിടത്തേക്ക് മാറി നിന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ഹജറുൽ അസ്വദിന്റെ നേരെ പിടിച്ചിട്ട്, അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വ വഫഅൻ ബിഅഹദിക വത്തിബാൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കയ്യിൽ മുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മദ്യപാനം, പലിശ വാങ്ങിയത്, വ്യഭിചരിച്ചത്, നിസ്കാരം ഉപേക്ഷിച്ചത്, എല്ലാ പാപങ്ങളുടെയും കറുപ്പുണ്ടല്ലോ, ആ പാപത്തിന്റെ കറകളുണ്ടല്ലോ, അതെല്ലാം കല്ലിങ്ങനെ ക്യാച്ച് ചെയ്യുകയാ. ആ കല്ലിങ്ങനെ സ്വീകരിക്കുകയാണ്, ആവാഹിക്കുകയാണ്, സംശീകരിക്കുകയാ. അങ്ങനെ സവ്വദതുഹു ഖത്തായാ ബനി ആദം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനാണ് വെളുത്ത കല്ല് കറുത്തു പോയതത്രേ. അപ്പൊ ജീവിതത്തിൽ വളരെ ലഘുവായ വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. ഇനി ഒരു വിഭാഗം കൂടി നമുക്ക് പറയാനുണ്ട്, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ 2 മണിക്കൂർ ദുആ അടക്കം അപ്പോഴേക്ക് തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ 10 മണിയായില്ലേ? ദുആ അടക്ക എല്ലാം 10, ഒരു 45 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്, 45 മിനിറ്റ് കൂടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ അമലിലും ഇൽമിലും അള്ളാഹു തആല ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മഹ്ശറയിൽ ഒരുപാട് നിന്ന് വിയർക്കേണ്ടി വരൂല. ഹിസാബ യസീറ, ലഘുവായ വിചാരണ അവരെ നേരിടേണ്ടി വരും. ഹസ്രത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, അള്ളാന്റെ ഹബീബെ, എന്തായി ഹിസാബു യസീർ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം. നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന്റെ ആ സമയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ.